ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ഈ ശങ്കരൻകുട്ടി മേനന്റെ തനിനിറം ഇതുവരെ നിങ്ങൾ ആരും കണ്ടിട്ടില്ല. അകത്ത് വേലായുധം കുട്ടി കിടന്നുറങ്ങുന്നുണ്ട്. ഞാൻ പറയാം അവനോട്. മനുഷ്യനായ വാക്കിന് വ്യവസ്ഥ വേണം. എരപ്പാളിത്തരം കാണിച്ച് അകത്ത് ചുരുണ്ടുകൂടി കിടക്കല്ലേ വേണ്ടത്. അമ്മാവനപ്പുറത്ത് അമ്മയോടും മുത്തശ്ശിയോടും വഴക്കടിക്കുന്നു. ആ 27,000 ഇപ്പൊ തന്നെ വേണമെന്ന്. ആട്ടി കൊണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ കണ്ടത് സ്വപ്നമായിരിക്കും. ഏട്ടന് എന്ത് സ്വപ്ന കണ്ടേ? നിന്റെ കല്യാണം ഒരു ഡോക്ടറടി കെട്ടിയത്. ആ കല്യാണം വരെ ആ മനുഷ്യൻ വന്ന് കലക്കി. ഇങ്ങനെ മനുഷ്യ പറ്റില്ലാത്തൊരു സാധനം. ഏത് 27,000 അയക്കപ്പോ കൊടുക്കേണ്ടത്? ഏട്ടൻ ഗൾഫിൽ പോകാൻ വിസയ്ക്ക് വേണ്ടി വാങ്ങിയത് അത്രേ. എണ്ണി വാങ്ങുമ്പോഴും നക്കി തിന്നുമ്പോഴും അത് മറ്റൊരാളുടെ മുതലാണെന്നുള്ള ഓർമ്മ വേണം. അതാ അഭിമാനം. ഏട്ടൻ ഞങ്ങൾക്ക് അന്യനാണോ? അന്യം തന്നെയാ. എന്റെ നിന്റെ അച്ഛൻ ഒന്നാണെങ്കിലും അമ്മ രണ്ടാ. എനിക്ക് രണ്ടായിട്ടേ കാണാൻ പറ്റൂ. എടാ, മരിച്ചുപോയി അങ്ങനെ തന്നെയാണോ നിന്നെ ഇങ്ങനെ പറയാൻ പഠിപ്പിച്ചത്? ദേ, എന്റെ അച്ഛനെ കുറ്റം പറയരുത്. രണ്ടാങ്കട്ടാണെങ്കിലും നിങ്ങൾ എന്റെ അച്ഛനെ പാട്ടത്തിനൊന്നും എടുത്തിട്ടില്ല. ഞാൻ കണ്ടതിന് ശേഷം അച്ഛനെ നിങ്ങൾ കണ്ടത്. ആ സീനിയോറിറ്റി എന്തായാലും എനിക്കുണ്ട്. എന്ത് റീറ്റി? ഈ തള്ളക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നുണ്ടോ? അവൻ ഗൾഫിൽ പോകാൻ പണം വാങ്ങിയത് നേരാ. വിസ തരാമെന്ന് പറഞ്ഞവൻ മുങ്ങി. അത് അവന്റെ കുറ്റാണോ? ആരുടെ കുറ്റായാലും വാങ്ങിയത് മുഴുവൻ എനിക്ക് പലിശ അടക്കം ഇപ്പൊ കിട്ടണം. അമ്മാവനെന്ന് നിൽക്കുന്നത് ഇരിക്കാലോ. വേണ്ട, നീ എന്നെ ഇരുത്തണ്ട. വാങ്ങിയ പണം അന്തസ്സായിട്ട് തിരിച്ചു തന്നാ മതി. ഞാൻ പോയിക്കൊള്ളാം. കുറച്ച് പണം വാങ്ങിയതിന് പേരും പറഞ്ഞ് അമ്മാവൻ എന്നും ഇവിടെ വന്നിങ്ങനെ തുള്ളിയ നാട്ടുകാരുടെ മുമ്പിലും ഞങ്ങളുടെ മുമ്പിലും അമ്മാവന് ഒരു വിലയുണ്ടാവില്ല. അമ്മാവനൊരു അന്തസ്സേട് വരുന്നത് മരുമകനായ എനിക്കും കുറച്ചില്ല. ഒന്നുമില്ലെങ്കിലും അമ്മണിയെങ്കിലും ഞാൻ ഓർക്കണ്ടേ. ദേ ഒരൊറ്റ തൊഴി. അത്രയ്ക്ക് ഉശിരുണ്ടെങ്കിൽ നീ എന്റെ കുട്ടി ഒന്ന് തൊടിക്കണം ശങ്കര. മുത്തശ്ശി, അമ്മാവൻ തൊഴിക്കട്ടെ. ഒന്നുമില്ലെങ്കിലും എന്റെ അമ്മണിക്കുട്ടിയുടെ അച്ഛനല്ലേ. ഒരു മരുമകൻ എന്റെ മോളുടെ ദേഹത്ത് മനസ്സ് വെച്ചിട്ടുള്ള വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, ശങ്കരൻകുട്ടി മേന ആരാണെന്ന് അപ്പ അറിയും. എന്താടാ പറഞ്ഞത്? നിന്റെ മോള് ബിക്ക് എങ്ങനെയാ തോറ്റത്? പരീക്ഷ പേപ്പറിൽ ചോദ്യത്തിന് ഉത്തരം എഴുതാതെ വേലായുധ കുട്ടി നിരത്തി അങ്ങോട്ട് എഴുതി വെച്ചിട്ടല്ലടാ തോറ്റത്. അത് സംഗതി നേരാ. അങ്ങനെ അവള് ബിക്ക് രണ്ടാമതും തോറ്റത്. ഓഹോ. ഏട്ടൻ നിന്ന് പോണുണ്ടോ? പണം എങ്ങനെയെങ്കിലും തരാം. ഒന്നുമില്ലെങ്കിൽ ഈ വീട് വിറ്റിട്ടെങ്കിലും തരാം. അതിന് വിൽക്കണമെന്നില്ല. തരാനുള്ളത് കഴിച്ച് ബാക്കി പണം അങ്ങോട്ട് തരാം. വീടിന്റെ 3/4 ഭാഗവും ഇപ്പോഴും കടായിട്ട് എന്റെ തന്നെയാ. അത് പലിശയും തീർത്ത് ഇങ്ങോട്ട് തരുന്നു, അതോ ബാക്കിയുള്ളത് അങ്ങോട്ട് വാങ്ങി ഇവിടുന്ന് ഒഴിഞ്ഞു തരുന്നോ? എന്താ എന്നെ സംഭവം? ഇവിടെ പ്രത്യേകിച്ചൊരു സംഭവമില്ല. താൻ നാളെ മുതൽ ഇവിടെ ചെത്താൻ വരണ്ട. ഈ വീടും പുരയോടും ഇനി എന്റെ കസ്റ്റഡിയിലാ. അത് തന്നെ സംഭവം. താൻ ഈ മീശി വെച്ച് ആരപ്പിണ്ടം വെക്കാനാ പോണേ? നമ്മുടെ കൊച്ചുണ്ണിയല്ലേ? എന്താ കൊച്ചുണ്ണി ചത്ത? അല്ല, നാളെ മതി 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 മതി. താൻ വേഗം പോയിട്ട് ആധാരം എഴുതാരം വിളിച്ചോണ്ട് പോവാ. ഇത് ഇന്ന് തന്നെ എഴുതണം. ഓ, എന്താ അങ്ങോട്ട് പോടോ. അപ്പൊ എന്താ ഇവിടെ ചെരുപ്പ് ഒരു മരക്കെഴുങ്ങാൻ. കൃഷ്ണ ഗുരുവായൂരപ്പ. അത് ശരി, അവിടെ ഇരിക്കട്ടെ. നീ ആ വണ്ടിയിലുള്ള സാധനം കയറി. അപ്പോഴേ സൈക്കിളോട് വെച്ചാൽ മതിയോ? അതവിടെ ഇരിക്കട്ടെ. അവിടെ ഇരിക്കട്ടെ. നീ എന്തിനാടാ മോനെ ഇങ്ങനെ വിഷമിച്ച് നിക്കണത്? പോയത് പോട്ടടാ, നമുക്ക് ഈ വീട് മതി. മതി. കടം വാങ്ങണതും വീട് ഒഴിഞ്ഞു കൊടുക്കണതും ഒക്കെ സർവ്വസാധാരണയാ. നമ്മള് പെരുവഴിയിലേക്കൊന്നുമല്ലല്ലോ വന്നത്. അത്ര വലിയ പേരും പെരുമയൊന്നും ഇല്ലെങ്കിലും നിന്റെ അച്ഛന് ഭാഗം കഴിച്ചു കിട്ടിയ വീടാ ഇത്. ഇതും ഒരു തരത്തില് സ്വർഗ അല്ലേടാ നാണുകൂട്ടാ? അതെ അതെ. നാനുവേട്ടന് ഇങ്ങനൊരു വീട് ഭാഗം കിട്ടിയ വകയുള്ള ഞാൻ എപ്പോഴാ അറിയണത്. ചെറുതായാലും എന്താ, ഇതിന് ഇതിൻ്റെതായ ഒരു അന്തസ്സുണ്ട്. അതന്നെ, വിട്ടുകൊടുക്കരുത് വേലായുധ കുട്ടിയെ. ശങ്കരനല്ല, അവന്റെ തന്ത വന്നാലും നീ അവളെ തന്നെ കെട്ടണം. ഈ ശങ്കരന്റെ തന്ത മുത്തശ്ശിയുടെ ഭർത്താവല്ലേ? അയ്യോ, ഞാൻ ആ കാര്യങ്ങൾ മറന്നുപോയി. അങ്ങേര് പാവാ. ഈ മുത്തശ്ശിയാ ഏട്ടന് പിരിയേറ്റുന്നത്. അക്കാര്യത്തിൽ നീയും മോശക്കാരിയല്ല. നീ അവളെ കുറ്റം പറയണ്ട, നീയും മോശല്ല. അത്രയ്ക്കും നല്ല കുട്ടിയെ അമ്മണി. മുൻപേ ഇതൊക്കെ കണ്ടറിഞ്ഞ് പെരുമാറേണ്ടതായിരുന്നു. അന്ന് അത് ചെയ്തില്ല. അതാ ഇന്ന് എന്റെ കയ്യിൽ ഒതുങ്ങാതെ ഇതൊക്കെ വഴുതി കളിക്കുന്നത്. സംഖ്യ അങ്ങ് ഏൽപ്പിക്കേ വേണ്ടി വന്നുള്ളൂ. അവനാ മുമ്പിൽ ഇറങ്ങിയത്. ഇറങ്ങിക്കോട്ടെ, എനിക്കെന്താ. ഞാനത് അമ്മണിയുടെ പേരിൽ എഴുതും. അവൾക്കും വേണമല്ലോ ഒരു കല്യാണം. ദാരിദ്ര്യം പറഞ്ഞ് എനിക്ക് ഇങ്ങോട്ട് വേല വെച്ച തിരിച്ച് അങ്ങോട്ട് വേല വെക്കാനും എനിക്ക് കഴിയും. എന്താ, നങ്ങേലിക്ക് സംശയമുണ്ടോ? ഇല്ല. അതൊന്ന് മൂത്തോക്കി പറയൂ. ഇല്ല. ആ,
എന്റെ അച്ഛൻ എന്നെ പോലെ തന്നെ ഒരു പാവായിരുന്നു. അച്ഛൻ സമ്പാദിച്ചത് ആ വീടും പറമ്പും. അമ്മ മരിച്ചപ്പോ ആ തള്ള അച്ഛനെ വശീകരിച്ചു. എന്തിനാ പാവ അമ്മയെ പറ്റി അനാവശ്യം പറയുന്നത്? അനാവശ്യല്ലടി, പരമാർത്ഥ. വശീകരണ ഭസ്മം പാലിലരച്ചു കൊടുക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഒരു കാര്യം ഓർത്തോ, ആണായിട്ടും പെണ്ണായിട്ടും ഞാൻ ഒറ്റ വിത്ത് എറിഞ്ഞിട്ടുള്ളൂ. അത് പെണ്ണായിട്ട് മുളയ്ക്കുകയും ചെയ്തു. അവളാ ഇപ്പൊ എന്റെ നേരെ യുദ്ധം ചെയ്യാൻ ഒരു ഉണക്കപ്രായമായിട്ട് വന്നിരിക്കുന്നത്. പിന്നെന്തിനാ ചെറുപ്പം മുതലേ കുട്ടിയേട്ടൻ എന്റെ ആണെന്ന് അച്ഛൻ പറഞ്ഞത്? ഞങ്ങളോട് ആരും അന്നെന്തേ കാണണ്ട, മിണ്ടണ്ട, സ്നേഹിക്കണ്ടെന്നൊന്നും പറയാതിരുന്നത്? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് കുട്ടിയേട്ടൻ ജീവനാ. ചെറുപ്പത്തിൽ നിന്റേതാണെന്ന് പറഞ്ഞ അച്ഛൻ നിനക്ക് ഒരു ഓട്ടമുക്കാല് തന്നിട്ടുണ്ട്. നീ ഇപ്പോഴത് കെട്ടിപ്പിടിച്ച് നടക്കടി. വേലായുധം കുട്ടിയേട്ടൻ എന്തായാലും ഒരു ഓട്ടമുക്കാലൊന്നും അല്ലല്ലോ. എനിക്ക് ഇവിടെ നിങ്ങളുടെ അരിച്ചടിച്ചും മതി, നീ അപ്പുറത്തെ കാണും പോ. വളർന്നു വളർന്ന ഒരു കൊള്ളി ബിസ്കിന്റെ വലിപ്പമായുള്ളൂ. വർത്താനം കേട്ടാത്തൊന്നും ഉണ്ണിയാർച്ചയാണ്. നിന്റെ വളർത്തലിന്റെ ദോഷ. ഒന്നും പഠിക്കണ്ട, ഒരു പരീക്ഷയും പാസ്സാവണ്ട. എപ്പോ നോക്കിയാലും ഒടുക്കത്തെ ഒരു കുട്ടിയേട്ടൻ. അവനൊന്ന് ചത്തു കിട്ടി എനിക്കൊരിത്തിരി സമാധാനായി. ഈ അച്ഛൻ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഒന്നും സാരമില്ല മോളെ, ഒക്കെ ശരിയാകും. ഞാൻ വേലായുധം കുട്ടി ഒന്ന് കാണട്ടെ. പിന്നെന്തിന് എല്ലാവരും കൂടെ എന്നെ മോഹിപ്പിച്ച്? ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും തല്ലി പിരിഞ്ഞൂടായിരുന്നു. നീ ഒന്ന് ചിണുങ്ങായിരിക്കുന്നുണ്ടോ? ചിണുങ്ങാൻ മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? കടം വാങ്ങിയാൽ ആരും തിരിച്ചു ചോദിക്കും. നിന്റെ അച്ഛൻ പറഞ്ഞാലും കാര്യമുണ്ട്. അയ്യോ, ക്ലാസ്സിലെത്താൻ വൈകി. ഞങ്ങൾക്കിപ്പോ മലയാളം ക്ലാസ് എടുക്കുന്നത് കുട്ടിയേട്ടനാ. കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ കണ്ടാണ് അവർ വളർന്നത്. അപ്പോഴൊക്കെയും സ്നേഹത്തിന്റെ സൂചിമനകൾ അവന്റെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയിരുന്നു. അവനൊരു കൊച്ച് അല്ല, ഇടത്തരം കളി വീടുണ്ടായിരുന്നു. അതവൻ പണയം വെച്ചു. തിരിച്ചടയ്ക്കാൻ കഴിവില്ലാതെ അവൻ ആ സുവർണഗ്രഹം കടക്കാരന് തന്നെ തിരിച്ചു നൽകേണ്ടി വന്നു. എങ്ങനെ യാത്ര പറയണം എന്നവൻ അറിയില്ലായിരുന്നു. എങ്കിലും അവൾ വരുമെന്ന് തന്നെ അവൻ കരുതി. പക്ഷെ വന്നില്ല. അവൾക്ക് വരാൻ കഴിഞ്ഞില്ല. അവൾ അപ്പോൾ അകലെ അകലെ അവളുടെ അച്ഛന്റെ തടവുകാരിയായിരുന്നു. ആ കണ്ണീരല്ല ഒരു സ്ത്രീ പുറത്തു കാണിക്കേണ്ടത്, എന്തും നേരിടാനുള്ള ശക്തിയാണ്. വീട് മാറുമ്പോ കാണാതിരുന്നതിന് നായകൻ നമുക്ക് മാപ്പ് കൊടുക്കും മാഷേ? തീർച്ച പറയാൻ പറ്റില്ല. അതിനി അവളുടെ സ്നേഹത്തിന്റെ ശക്തി പോലെ ഇരിക്കും. സ്ത്രീക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം ഉണ്ടാവില്ലേ മാഷേ? ഉണ്ടാവും. കാര്യങ്ങൾ വിചാരിച്ച പോലെ മുന്നോട്ട് പോയാൽ ഏറി വന്നാൽ ഒരു 6 മാസം അതിനുള്ളിൽ എന്തായാലും അവൾ സ്വാതന്ത്ര്യം നേടിയെടുക്കുക തന്നെ ചെയ്യും. നല്ല ആളാ അമ്മണി. ആൾത്തിറക്കി കാത്തുനിന്ന് വിചാരിച്ച് ഞാൻ അവിടെയൊക്കെ തിരഞ്ഞു. ഞാൻ കുറെ നേരം കാത്തു നിന്നു. കുട്ടിയേട്ടൻ വരാതിരുന്നപ്പോ പേടിയായി. എന്തിന്? എനിക്കറിയില്ല. എനിക്ക് എപ്പോഴും പേടിയാ കുട്ടിയേട്ടാ. ഇതിലിപ്പോ എന്തത്ര പേടിക്കാനുള്ളത്? നിന്റെ അച്ഛന്റെ പേര് ശങ്കരൻകുട്ടിയെന്നും എന്റെ പേര് വേലായുധം കുട്ടിയെന്നുവാ. ഈ 2 പേരിലും കുട്ടികളുണ്ട്. കുട്ടികളായി തല്ലുകൂടില്ലേ? ഇതും അത്രയൊക്കെ ഉള്ളൂ. ഇത് വെറും തല്ലല്ലോ, ശരിക്കും യുദ്ധം തന്നെയാ. അല്ലെങ്കിൽ അച്ഛൻ കുട്ടിയേട്ടനെയും എല്ലാരും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ല. ഓട്ടറി വേണേ, സാരമില്ല, കേറ്. അയ്യേ, ഞാനില്ല, അതൊന്നും വേണ്ട. എടി ബുദ്ധൂസേ, നമ്മൾ തമ്മിൽ സ്നേഹത്തിലാന്നറിയാത്ത ഒറ്റ കുഞ്ഞു പോലും ഈ നാട്ടിലില്ല. ആര് കണ്ടാലും ഒരു കുഴപ്പമില്ല. വാ, കേറ്. ഈ സൈക്കിൾ എന്നെ എവിടം വരെ കൊണ്ടാക്കും? ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ജീവിതത്തിന്റെ അവസാനം വരെ കൊണ്ടാക്കും. ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല. സാരമില്ല, അമ്മണിക്ക് എന്റെ ജീവിതത്തിലേക്ക് ഇടുന്നവരെ ടിക്കറ്റിന്റെ ആവശ്യമില്ല. യാത്ര മുഴുവൻ ഫ്രീയാ. വീടിന്റെ കടങ്കാരന് ഇത്രയും നാൾ അമ്മാവന്റെ മുമ്പിൽ ശ്വാസം മുട്ടുകയായിരുന്നു. ഇനി കുഴപ്പമില്ല, പ്രശ്നം തീർന്നില്ലേ? കുട്ടിയേട്ടൻ ക്ലാസ് എടുക്കുന്നത് ഞാൻ അറിയാതെ അമ്മയോട് പറഞ്ഞുപോയി. അമ്മ അറിയുന്നത് നല്ലതാ. പക്ഷെ അമ്മാവൻ അറിഞ്ഞ അവിടെ വന്ന് ക്ലാസ് കേൾക്കും. അതോടെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ സംസാരവും തീരും. നമ്മുടെ കല്യാണം നടക്കുവോ കുട്ടിയേട്ടാ? അതെന്നേ നടന്നു കഴിഞ്ഞില്ല മോളെ. ഇനി ഒന്ന് ജീവിച്ചു തുടങ്ങണം. അതിനുള്ള പങ്കപ്പാടല്ലേ ഇതൊക്കെ. ചെറുപ്പത്തിൽ നമ്മൾ ഉടുപ്പിന്റെ പിന്നാമ്പറം പിടിച്ച് തീവണ്ടി കളിച്ചത് കുട്ടിയേട്ടന് ഓർമ്മയുണ്ടോ? പിന്നെ ആ തീവണ്ടി പോയി തല കുത്തിനെ തോട്ടിലേക്ക് മറിഞ്ഞ അമ്മണിക്ക് ഓർമ്മയുണ്ടോ? അഹമ്മദീന്നതിന്റെ ഒക്കെ പേര്. അവന് ബുദ്ധിയില്ല. നിനക്കെങ്കിലും വേണ്ട ഒരു വീണ്ടും വിചാരം. അമ്മ ഇനി അതും ഇതും പറഞ്ഞ അവളെ വിഷമിപ്പിക്കണ്ട. സാരമില്ല മോളെ, ഇതൊക്കെ സാധാരണയാ. നല്ല സാധാരണയാ. ഇച്ചിരി കൂടി തെന്നി വന്നിട്ട് വീണെങ്കിൽ 2 ഉപ്പ ആശുപത്രിയിലായേനെ.
കുട്ടിയേട്ടൻ വെട്ടിക്കുന്നാ ഞാൻ വിചാരിച്ചേ. അവന് വെട്ടിക്കാൻ അറിയില്ലടി. അതറിയുമെങ്കിൽ നീ ഇതിനു മുമ്പ് ഈ വീട്ടിലെത്തേണ്ടതല്ലേ. മതിയമ്മേ തോർത്തിയത്. അമ്മണിക്കുട്ടിക്ക് തലവേദന എടുക്കും. നീ ഒന്നും മിണ്ടാണ്ടേ. ഇതിനെ മനസ്സറിഞ്ഞൊന്ന് കുളിപ്പിച്ച് തോർത്തിയിട്ട് കാലം എത്രയായി? അമ്മണിക്കുട്ടിയെ, നിന്റെ അച്ഛന്റെ വിചാരം അവൻ ദേവേന്ദ്രനാണെന്നാ. അവൻ വിചാരിച്ചോട്ടെ, നമുക്കെന്തല്ലേ മോളെ. മുത്തശ്ശി അച്ചാച്ചന് വശീകരണ ഭസ്മം കലക്കി കൊടുക്കുന്നത് അച്ഛൻ കണ്ടു എന്ന് പറഞ്ഞല്ലോ. നേരാണോ മുത്തശ്ശി? അവൻ അങ്ങനെ പറഞ്ഞു. അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു. എന്ന് അവനോട് പറ, ആ ഭസ്മ ഇച്ചിരി കൂടി ബാക്കിണ്ടെന്ന്. അത് നിന്നെ കൊണ്ട് നിന്റെ കുട്ടിയേട്ടന് കലക്കി കൊടുത്തു എന്നും പറ. എന്താ എല്ലാരും കൂടി എന്തു പറ്റി? അമ്മണിക്ക് വഴിക്ക് വെച്ച് തല ഇറങ്ങി വന്ന് വീട്ടിൽ കൊണ്ടാക്കാന്ന് വെച്ച സൈക്കിൾ എടുത്ത്. നിന്റെ സൈക്കിൾ എന്താ ഈ നാട്ടിൽ ആംബുലൻസാ? സുഖമില്ലാത്തവർ വീട്ടിൽ കൊണ്ടാക്കാൻ? അല്ല അതൊന്ന് മൂത്തോക്കി പറ. അല്ല വാസു കണ്ടു പറ. സൈക്കിളിൽ പിടിച്ച് കയറ്റിക്കൊണ്ട് പോണത് ഞാൻ കണ്ടതാണല്ലോ. മീ ശിലവാസ കളവ് പറയരുത് കേട്ടോ. എന്താ ഇത്? ഒരു പെൺകുട്ടിയെ പകലൊരു സൈക്കിളിൽ പിടിച്ച് കയറ്റിക്കൊണ്ടുവന്നൊക്കെ പറഞ്ഞ ഇതെന്താ വെളിരിക്കപ്പെട്ട? ഇപ്പൊ തലയിട്ടുണ്ടോ അമ്മണി? ഇപ്പൊ തലയിട്ടില്ല. പരസ്യമായിട്ടാണോടി അച്ഛനെ നേരെ പുറപ്പാട്. എന്നെ ധിക്കരിച്ച അരിഞ്ഞ് ഞാൻ പരുന്തിനിട്ട് കൊടുക്കും. വാസു ഓ അത് ചെയ്തോ. മതി മതി മതി. ഡാ വേലായുധം കുട്ടി, നിന്റെ വേഷം കെട്ട് എന്നോട് എടുക്കണ്ട. നിന്നേക്കാൾ ഒരുപാട് ഓണം കൂടുതൽ ഉണ്ടവനാ ഞാൻ. ഓണം കൂടുതലുണ്ടെന്ന് വിചാരിച്ച് ബുദ്ധി വർദ്ധിക്കണമെന്നില്ല. ഒന്നും കൂടി ഞാൻ അമ്മാവൻ എന്ത് വേണേ ചെയ്യാം. ഒന്നുമില്ലെങ്കിലും എന്റെ അമ്മയുടെ അച്ഛനായി പോയില്ലേ. വാസു നടക്കടി. മോനെ ഇതൊക്കെ പിടിച്ചോ. ഇന്നലെ ഡെലിവറി കൊടുക്കേണ്ട വണ്ടിയാ, ഇതേവരെ സ്റ്റാർട്ട് ആയിട്ടില്ല. ഇത് എവിടെയാ വെക്കേണ്ടത്? എവിടെ വെക്കേണ്ടതെന്നോ? ഇത് ഊരാനല്ല മുറുക്കാനാ പറഞ്ഞത്. കള്ള് കുടിച്ചാ വയറ്റി കിടക്കണം. എന്നോട് ഇത് ഊരാനാ പറഞ്ഞത്. താൻ എന്ത് പോക്കറ്റോടോ ഈ കാണിക്കുന്നത്? ജീവിതത്തിനോ സ്റ്റിയറിംഗ് ഇല്ല. കള്ളും കുടിച്ച് ഉള്ള സ്റ്റിയറിംഗ് ഒരു കൈ പിടിച്ചാലോ? താൻ ആ ബോർഡ് കണ്ടോ? ഈ വർക്ക്ഷോപ്പിന് ഈ പേരിടാൻ തോന്നിയ ബുദ്ധിക്ക് വർക്കിക്ക് ഞാൻ ഒരു ബെൻസ് വാങ്ങിച്ചു തരണുണ്ട്. തന്നെ എന്നെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാ ഈ പേരിട്ടത്. നേരാവണ്ണം പണി അറിയാവുന്ന ഒറ്റ ഒരുത്തൻ ഈ വർക്ക്ഷോപ്പിലുണ്ടോ? പിന്നെയൊക്കെ ദൈവത്തിന്റെ ഒരു സഹായത്തിൽ അങ്ങനെ നടന്നു പോവുക. ആ സഹായത്തിൽ താനായിട്ട് വെള്ളം ചേർക്കരുത്. ഇടത്തോട്ട് തിരിച്ചല്ലേ ഊരിയത്, ഇനി വലത്തോട്ട് തിരിച്ചാൽ മതി, മുറുകിക്കോളും. ചെല്ലേ. എന്ത് ഇത്തവണ വെടി വിളിച്ചെടുത്തപ്പോ ഈ നാട്ടിൽ ഭക്തന്മാർ ഇത്രയും കുറവാണെന്ന് കരുതിയില്ലേ വേലാൻകുട്ടി? എന്തിനാ അതെല്ലാം കൂടി വലിച്ചുവരി കേൾക്കുന്നത്? തെങ്ങേ കയറുമ്പോ ചെത്തുകാരൻ കുഞ്ഞാപ്പൂ, കല്യാണത്തിന് പോയ ബ്രോക്കർ കുഞ്ഞാപ്പൂ, ഇവിടെ വെടിക്കാരൻ കുഞ്ഞാപ്പൂ. ഏതെങ്കിലും ഒന്നു പോരെ? ജീവിക്കണ്ടേ? ഇതെല്ലാം കൂടി നടത്തിയിട്ടൊന്നും ജീവിക്കാൻ പറ്റുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ, അമ്മണിക്കുട്ടയുടെ പേരിൽ ഒരു 4 ഷീറ്റ് എഴുതിക്ക്, എന്റെ ലേലത്തൊക്കെ ഒന്ന് ഒത്തോട്ടെ. അവൾ അങ്ങനെ ദൈവത്തെ വെടിവെച്ച് വീഴ്ത്താറില്ല. ദൈവം താനെ ഇറങ്ങി വരാറാ പതിവ്. ഏൽപ്പിച്ച് 21 വെടിയും കുഞ്ഞാപ്പ് വെച്ചിട്ടുണ്ട്. ദക്ഷിണൊന്നും കിട്ടിയില്ല. 20 കേട്ടുള്ളൂ. കണ്ട എന്നെ ദക്ഷിണൊന്നും കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, കുഞ്ഞാപ്പ് നുണ പറയില്ല. ഒക്കെ യോഗ എന്ന് വിചാരിച്ചാ മതി വേലായുധം കുട്ടി. എത്ര സ്നേഹത്തോടെ കഴിഞ്ഞവരാ നമ്മളൊക്കെ. സ്നേഹത്തിന് അല്ലെങ്കിൽ കുറവൊന്നുമില്ല അമ്മായി. പിന്നെന്താ? പുന്നാരിച്ചത് മതി. നടക്കടി. അമ്മായി പോയിക്കോളൂ, ഞാൻ ഒരു കുഴപ്പത്തിനുമില്ല. ഓരോ പ്രശ്നങ്ങൾ ഞാനായിട്ട് ഉണ്ടാകുമ്പോഴും അമ്മ പറയാറുണ്ട് അമ്മാവന്റെ ഹാർട്ട് വീക്കാണെന്ന്. അതേടാ, എന്റെ ഹാർട്ട് വീക്കാ. പക്ഷേ അതൊന്നും നീ മുള്ളിയ ഉണങ്ങിപ്പോകുന്ന തകരയല്ല, ഉരുക്ക്. അറിയാം, അതാണല്ലോ അമ്മാവന് തീരെ മനുഷ്യ പറ്റില്ലാതായി പോയത്. ഒന്നങ്ങോട്ട് തന്നമ്മോ. കുട്ടിയേട്ടനൊന്ന് വഴക്കടിക്കാണ്ട് പോകുന്നുണ്ടോ? എനിക്ക് വയ്യ. നടക്കടി, നടക്ക. ആ
ആ അമ്മണി, നമ്മളോട് സ്നേഹിക്കരുന്ന് പറയാൻ ഈ ലോകത്ത് ഒരുത്തരം വളർന്നിട്ടില്ലടേ. നീ എന്റേതാ, ഈ വേലായുധം കുട്ടിയുടെ. ഏത് ചെകുത്താന്റെ മുമ്പിലും ഞാനത് ചങ്കൂറ്റത്തോടെ പറയും. നിനക്കത് കേൾക്കണോ? കൃഷ്ണ, ഗുരുവായൂരപ്പ, പാർത്ഥസാരഥി, ഈ കലികാലം തീരും മുമ്പേ എന്നെ അങ്ങോട്ട് വിളിക്കില്ലേ എന്റെ ഗുരുവായൂരപ്പ? വിളി കേൾക്കണുണ്ടാവോ? ഉണ്ടാവില്ല മുത്തശ്ശി, ഗുരുവായൂർ ഇവിടുന്ന് കുറെ ദൂരത്തല്ലേ. മിണ്ടാതിരിക്കടാ. കണി കാണും നേരം കമല. മുത്തശ്ശി, കഞ്ഞി വിളമ്പിട്ടുണ്ട്. നല്ല കുട്ടി, ഇപ്പൊ വരാട്ടോ. നീ അതിൽ ഇച്ചിരി നെയ്യും കൂടി ഇട്ടു. മുത്തച്ഛിക്ക് നെയ്യ് ഇഷ്ടാണെന്ന് മോൾക്ക് അറിഞ്ഞൂടെ കുട്ടിയെ? എന്റെ ഇല്ലിക്കാട്ട് ഭഗവതി, ഇങ്ങനെ എത്ര കാലം കഴിയാവോ? എന്റെ ചീട്ടൊന്നും അവിടേക്ക് എത്തിയില്ലാവോ? നീ എന്താ ചിരിക്കണ വേലായും കുട്ടിയെ? ഒന്നുമില്ല മുത്തശ്ശി, ഓരോരുത്തരുടെ അതിമോഹം കണ്ടപ്പോ ചിരിച്ചു പോയതാ. മരിക്കാൻ പറയണ്ട അതിമോഹം. അതൊരു മോഹഭംഗല്ലടാ മോനെ. പറയുന്നതിന്റെ അർത്ഥം നേരാമണ്ണം മനസ്സിലാക്കാത്ത നീയൊക്കെ എങ്ങനെയാടാ മലയാളം പഠിപ്പിക്കുന്നത്? നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരീതി നടുവിൽ ഞാൻ, ഈ നരകത്തീ തന്നെ കരകയറ്റിയിടണം തിരുവൈക്കം വാഴും ശിവശംഭോ. അല്ല, ഞാനിതെന്തായി പാടണേ? നരകോ? വയസ്സുകാലത്ത് നെയ്യും കൂട്ടി കഞ്ഞി കുടിക്കാൻ കിട്ടണ ഈ സ്ഥലം സ്വർഗല്ലാതെ നരക? ഈ സ്വർഗത്തീ തന്നെ കരകയറ്റിയിടല്ലേ തിരുവൈക്കം വാഴും ശിവശംഭോ. വേലായുധ കുട്ടിയെ, ഈ സ്വർഗത്തിലേക്ക് ആരോ കടന്നു വരുന്നുണ്ടല്ലോ. ആണായാലും പെണ്ണായാലും പേരുദോഷക്കേട് കേൾപ്പിച്ച ഒരുപോലെയാ. വേലാൻകുട്ടി, നീ ഇങ്ങനെ ഒരു പമ്പര വിഡ്ഢിയായി പോയല്ലോടാ. അവനൊരു പുതിയ കണ്ടുപിടുത്തം പറയുന്ന പോലെ. നാണുകൂട്ടാ, ചാരായം കുടിച്ചിട്ടുണ്ടെങ്കിൽ വെറുമാക്ക് പറയാതെ വായല് വിരലിട്ട് അത് മുഴുവൻ ഛർദ്ദിച്ചു കള. എന്നിട്ട് മകനോടായാലും സുബോധത്തോടു കൂടി സംസാരിക്കും. നാണു സ്വഭാവത്തിൽ തന്നെയാ. അമ്മായിയമ്മ മിണ്ടി പോരുത്. പരമേശ്വര, ഞാൻ നേരത്തെ പറഞ്ഞതങ്ങ് മാച്ചു കളഞ്ഞേര്. ഈ നരകത്തീ തന്നെ കരകയറ്റിയിടണം തിരുവൈക്കം വാഴും ശിവശംഭോ. കാര്യം എനിക്ക് നിന്നെ അമ്മണിക്കുട്ടിയും വലിയ ഇഷ്ടാ. എന്നാലും നാണക്കേട് അത്യാവശ്യം എനിക്കുണ്ട്. ആ ചെറ്റയ്ക്ക് നിന്നെ വേണ്ടാന്ന് വെച്ചാലും പിന്നെയും പിന്നെ നീ എന്തിനാടാ അവിടെ പിറകെ പോകുന്നത്? ഈശ്വര, ഓരോന്ന് കേട്ട് കേട്ട് ഇവിടെ മനുഷ്യന് മനസമാധാനം ഇല്ലാണ്ടായി. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, അമ്മണി എന്റേതാ. അതും പറഞ്ഞ എന്നെ അവളെ നിങ്ങളെല്ലാരും കൂടി വളർത്തിയത്. ഞങ്ങൾ ആ വാക്ക് വിശ്വസിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞ മനപ്പാടാക്കി. വെള്ളത്തണ്ട് ചായച്ച് എഴുതി അത്ര മാച്ച് കളയാൻ 1ാം ക്ലാസ്സിലെ സ്ലേറ്റ് ഒന്നുമല്ല ഞങ്ങളുടെ മനസ്സ്. അത് നീ പറഞ്ഞ നേരെ. ഹൃദയം വേറെ, സ്ലേറ്റ് വേറെ. അച്ഛൻ എന്നെ വഴക്ക് പറയുന്നതിന് പകരം ഈ കുടിയൊന്ന് നിർത്തിക്കൂടെ? ഇത് നിർത്തിയാൽ തന്നെ ചീത്തപ്പേര് കുറെ കുറഞ്ഞു കിട്ടും. നാളെ ഒരൊറ്റ ദിവസം കൂടെ കുടിച്ചിട്ട് നിർത്തിയേക്കാം. നായയുടെ വാല് 12 കാലം കുഴലിലിട്ടാലും അത് വളഞ്ഞെന്നിരിക്കും. അല്ലേ നാണുകൂട്ട? നായയുടെ സമ്മതം ഇല്ലാതെ അതിന്റെ വാലെടുത്ത് കൊള്ളിടാൻ നിങ്ങളോട് ആരാ പറഞ്ഞേ? നാളെ വിലാസിനൊക്കെ ഒരു ആലോചനയുമായിട്ട് ആരെങ്കിലും വന്നാ അവരോട് അച്ഛൻ ഇത് തന്നെ പറ. അച്ഛന്റെ പ്രതാപം കൊണ്ട് നമസ്കരിച്ച് അവളെയും കൂട്ടി അവരെങ്ങ് പൊക്കോളും. എടുത്തണ്ട, ആർക്കായാലും ഇച്ചിരി വെളിച്ചം തലേ കയറിക്കോട്ടെ. കാത്തു നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞില്ലേ? എന്റെ ഈ തൽക്കാലം പണമില്ലെന്നാണു. മുഴുവനും വേണ്ട, 1 മാസത്തെ ശമ്പളങ്ങളും തരണം. ആവശ്യമുണ്ട്, അതുകൊണ്ടാ. ദേ, ഉള്ളത് തന്നെ എന്റെ വകയിലൊരു പെങ്ങൾക്ക് വീട് വെക്കാൻ വായ്പ കൊടുത്തു. അവളൊന്ന് പച്ച പിടിച്ചോട്ടെന്ന് കരുതി. അതാ പ്രശ്നമായത്. താൻ മറ്റുള്ളവരെ പച്ചപിടിപ്പിക്കാൻ നടന്നോ? ജോലി ചെയ്ത ശമ്പളമാ ചോദിക്കുന്നത്. പണം കിട്ടാതെ ഞാൻ പോകില്ല. എന്നാ ഒരു കൊടിയും പിടിച്ച് അവിടെ ഇരുന്നോ. നാണു ഈ ലോകത്ത് ഒറ്റയ്ക്കാണെന്ന് ഒരു കുറിയവർക്കും വിചാരിക്കണ്ട. പിടിച്ചോ 4 മാസത്തെ ശമ്പളം ബാക്കിയുള്ളോ ചോദിച്ചപ്പോ നിങ്ങൾ എന്റെ അച്ഛനോട് കൊടി പിടിക്കാൻ പറഞ്ഞു അല്ലേ?
അച്ഛൻ കൊടിക്ക് പകരം വടിയാ എന്റെ തന്നയച്ച്. പറയണോ ഞാൻ എന്താ ചെയ്യേണ്ടത്? അടിച്ച് നിരപ്പാക്ക് വേലായത് കുട്ടി. ഈ കാര്യത്തിൽ ഒരു ദൈവസഹായം ഉണ്ടാവില്ല. ചാമ്പിക്കോ. എന്റെ പൊന്നു എല്ലാം കൂടി എന്നോട് ക്ഷമിക്കണം, എന്നോട് മാപ്പാക്കണം. അച്ഛനെ നിന്ദിക്കണമെന്ന് കരുതിയല്ല, ആ കാശെല്ലാം കൂടെ കൂട്ടി വെച്ച് മകന്റെ കൈ തരാമെന്ന് കരുതിയ. അച്ഛന്റെ കൈ കൊടുത്ത് അതൊക്കെ കള്ളു കുടിച്ച് നശിപ്പിക്കും മോനെ. എന്നാൽ നേരത്തെ പറഞ്ഞുകൂടായിരുന്നു? അതിന് നിലത്ത് നിർത്തിയിട്ട് വേണ്ടേ? വർക്ക്ഷോപ്പിൽ കയറി ചെന്ന് കുറിവറുക്കി കിട്ടേണ്ട പൂശിയെന്നാ കേട്ടത്. ഉറക്കി ആകെ പേടിച്ചിരിക്കുക. ഏതായാലും അത് നന്നായി. അവനെ ഒന്ന് വളഞ്ഞു പിടിക്കാൻ ഞാനൊരു വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഞാൻ ഏറ്റെടുത്തു. ഈ നാട്ടില് കുറച്ചാളെങ്കിലും എന്റെ ഭാഗത്ത് എനിക്കും വേണം. അങ്ങനെ ഞാനില്ലേ? അയ്യടാ, ആസനത്തിലൊരു കോലും കയറ്റി വെള്ളരിക്കാ കണ്ടത്തി കൊണ്ട് നാട്ടിയാലേ കാക്ക വരെ പേടിക്കില്ല. പിന്നെ വേലായുധം കുട്ടി ഒരു മണ്ടൻ. സംഭവം ഞാൻ അറിഞ്ഞു. നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താൽ എന്താ വർക്ക്? എന്തിന്? വർക്കിയെ പോലൊരു മാന്യന് മാനമായിട്ട് വർക്ക്ഷോപ്പ് നടത്താൻ പറ്റില്ല എന്ന് വെച്ചാ അഹമ്മദില്ലേ അവൻ കാണിച്ചത്? നാലാൾ അറിയട്ടെ അവൻ മഹാ തെമ്മാടിയാണെന്ന്. എന്താ വാസു? അറിയട്ടെ. ഞാനുണ്ടോ തന്റെ കൂടെ? മേനെന്താ തലയ്ക്ക് വട്ടുണ്ടോ? അവൻ നല്ല ഉശിരുള്ള ചെറുപ്പക്കാരനാ. ആ ചെത്തുകാരനെയും കുട്ടികൾ അവന്റെ ആ വരവ് കണ്ടപ്പോ തന്നെ എനിക്ക് അവനോട് ബഹുമാനം തോന്നി. ഉള്ള അനുഭവം വെച്ച് ഞാനൊരു കാര്യം പറയാം. അവനോട് ഇടയാൻ നിൽക്കണ്ട. തന്റെ മോളെ അവൻ ഉള്ളം കൈയിലാക്കി കീസയിലിട്ടുകൊണ്ട് പോകും. എതിർക്കാൻ നിന്നാൽ നല്ല അസലടിയും കൊള്ളും. തനിക്കൊരു അപകടം ഉണ്ടായിന്ന് അറിഞ്ഞ് ഓടിയെത്തി എന്നെ താൻ അപമാനിക്കുക? അയ്യോ, വർക്കിയുടെ കാര്യം വർക്കി നോക്കിക്കോളാം. ഞാൻ ഈ മീശ ചേർത്തൊന്നും തന്നല്ലോ. ആ ഇതിലും ഭേദം അവൻ അങ്ങനെ ഇട്ട് കണ്ട് തരുന്നതായിരുന്നു. ഒരു നക്കാപ്പിച്ച വർക്ക്ഷോപ്പ് നടത്തുന്ന തീപ്പെട്ടിക്കൊള്ളിയോളം പോന്ന ആ കുറിയ മാപ്പിള കളരിക്കൽ ശങ്കരൻകുട്ടി മേനോൻ അവറുകളെ ഒന്നിരുത്തി. അങ്ങനെ ഒരുത്തൻ ഇരുത്തിയാൽ ഇരുന്ന് കൊടുക്കുന്ന ആളല്ല എന്റെ അങ്ങന്ന്. അതവനറിയില്ല. അവനറിയില്ല അല്ലേ? അവനെ ഞാൻ ഇവിടെ വരുത്തും. നീ നോക്കിക്കോ, ഞാനൊരു കാറ് വാങ്ങും. അതേടാ, ഒരു കാറ് വന്നു എന്നറിഞ്ഞാൽ ഏത് വർക്ക്ഷോപ്പുകാരനും ഈ പഠിക്ക് വരും. ഈ വർക്കി പറന്നു വരും. ഒരു മുതലാളി, നമുക്കൊരു ബെൻസ് തന്നെ മേടിക്കാം. ബെൻസിന് ഇപ്പൊ എന്ത് വരും? ബെൻസിന് ഇപ്പോ എന്ത് വരും? അല്ല, നമുക്ക് കുഞ്ഞാപ്പനോട് ചോദിക്കാം. അല്ല ദേ, രണ്ടാമൊന്നും ചിന്തിക്കണ്ട, ഉറപ്പിച്ചോ. 8 ഉറുപ്പിക്ക് മോറീസ് പോട്ട് അതിന്റെ ടയർ പോലും കിട്ടില്ല. മുജമ്മ സുഹൃത്തെന്ന് കരുതിയാ മതി. നാളെയോ മറ്റന്നാളോ അമ്മിണിക്കുട്ടിക്ക് ഒരു ആലോചന വരുമ്പോ ഇവൻ മുറ്റത്തങ്ങനെ കിടക്കണം. അതൊരു അന്തസ്സല്ലേ? എന്റെ കമ്മീഷനാ പിന്നെ വന്ന് മേടിച്ചോളാം. സംഗതി ഏറ്റെന്ന് പറ. ഏറ്റു. ആ ഏഴ് ഞാൻ സംഗതി ഉറപ്പിച്ചിട്ടുണ്ട്. ആ പിന്നെ ലോറി കയറി കൊട്ടയിൽ വാരി കൊടുന്ന വണ്ടിയാന്ന് മൂപ്പർക്ക് മനസ്സിലായിട്ടുണ്ട്. ആ അഡ്വാൻസ് മേടിച്ചോ. നർസ് ബുക്ക് ഇതാ. എന്റെ കമ്മീഷൻ അവിടെ വന്ന് മേടിച്ചോളാം. വേഗം സ്ഥലം വിട്ടോ. ശരി, സ്ഥലം വിട്ടോ. സംഗതി എല്ലാം ഭംഗിയായിട്ടുണ്ട്. ആർസ് ബുക്ക് പിടിച്ചോളൂ. 2 കൈ കൊണ്ടും തരൂ. ഇതാ. ഭഗവാനെ. വാസു, ആ വണ്ടി ഒന്ന് തിരിച്ചിട്ടെ. ആ ഓണം തിരിക്കി 4 ആൾ കേക്കട്ടെ. ശരി. അയച്ചോ. എന്താ അവന്റെ ഒരു കണ്ടീഷൻ? പോണ പോക്ക് കണ്ടില്ലേ, ശരം വിട്ട മാതിരി. ശങ്കരൻകുട്ടി മേനോൻ ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തും. എന്തൊരു ശബ്ദം കേട്ടത്? ഞാനും കേട്ടില്ലോ. കേട്ടോ? ചതിച്ചു. അങ്ങനെ വണ്ടി ഇടിച്ചു. ഇടിച്ചു. ഇത്രയും കാലം ഇതിൽ നടന്നിട്ടും അങ്ങനെ ഒരു വര അവിടെ നിൽക്കണേ കണ്ടിട്ടില്ല. ഞാൻ തല്ലരുത്. ശരിക്കും ആ കടക്കവേ മണ്ണ്. ആ കുട്ടപ്പ, അതിന്റെ പുറയിലുള്ള എല്ലാത്തിനും നോക്കണം കേട്ടോ. നിന്നെ ട്യൂട്ടോറിയൽ അയക്കാത്തതിന് അമ്മ ഇന്നലെ എന്നോട് പരാതി പറഞ്ഞു. സാരില്ല എന്ന് ഞാനും പറഞ്ഞു. പഠിച്ചിട്ട് ഇപ്പൊ എന്താ കിട്ടുക? ഡിഗ്രി കിട്ടും, അത്രയല്ലേ ഉള്ളൂ. എന്തായാലും എനിക്ക് പ്രൈവറ്റായി പരീക്ഷ എഴുതണം. ഞാൻ പാസ്സാവും. വേലായുധം കുട്ടിയേട്ടൻ ക്ലാസ് എടുക്കുന്ന പ്രശ്നത്തിലല്ലേ അച്ഛനോട് അവിടെ പോണ്ടെന്ന് പറഞ്ഞത്? കുട്ടിയേട്ടൻ ആ ജോലി വേണ്ടാന്ന് വെച്ചു. എന്ന് വെച്ച് നീ രണ്ടാമത് ഇനി അവിടെ പോയി ചേർന്ന അവൻ ഇനിയും തിരിച്ചു വരില്ലെന്ന് ആര് കണ്ടു? അച്ഛൻ അത്രയ്ക്ക് വിഷമാണെങ്കിൽ ഇനി ഞാൻ അവിടെ പോകുന്നില്ല. എനിക്ക് നല്ല വിഷമമുണ്ട്.
മേന്നെ 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 എന്താ? അമ്മണിക്കുട്ടി ഒന്നാണ്ട് മാറിക്കോളൂ. ഒരു സ്വകാര്യം പറയാനാ. ഒത്താലൊട്ടു അമ്മണിക്കുട്ടിക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്. ഡോക്ടറാ. എവിടുന്നാ? വടക്കാഞ്ചേരിന്നാ. എസ്റ്റേറ്റ്, അതും റബ്ബർ. ചെക്കൻ MRCP ഡോക്ടർ, അതും ന്യൂയോർക്കില്. എന്റെ അമ്മു. എന്നിട്ട് നടക്കുന്ന കാര്യം വല്ലതുമാണോ കുഞ്ഞാപ്പൂ? നടക്കും. അമ്മണിക്കുട്ടി സമ്മതിച്ചാൽ നടത്തുന്ന കാര്യം ഞാൻ ഏറ്റു. സമ്മതിപ്പിക്കുന്ന കാര്യം ഞാനും ഏറ്റു. അമ്മാവന്റെ കണ്ണു വെട്ടിക്കാൻ ഞാൻ നോക്കിയിട്ട് വേറെ ഒരു മാർഗവുമില്ല. എങ്ങനെയുണ്ട്? തെയ്യം കിട്ടിയ പോലുണ്ട്. ജീവിതം തന്നെ ഒരു തെയ്യങ്കളിയല്ലേ? അറിയില്ല. നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ? ഈ കോലത്തിലാ ഓടിയിട്ട് ഒരു കാര്യമില്ല. ഓട്ടത്തിന് ഞാൻ പണ്ടേ മോശ. പിന്നെ എത്ര കാലം ഇങ്ങനെ? വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു രക്ഷയില്ലെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ നീ ഇറങ്ങി വന്നാൽ മതി. ചെക്കന് കാരണവന്മാര് മൂന്നും അമ്മണിയെ കാണാൻ നാളെ വരും. വരട്ടെ. അവർക്ക് ബോധിച്ചാ ചെക്കൻ വരും. വരട്ടെ. ഇങ്ങനെ വരട്ടെ വരട്ടെ പറഞ്ഞിട്ട് കാര്യമില്ല. മേനോന് ആന ഉണ്ടെന്ന് ഞാൻ അവരോട് തട്ട് കെട്ടി. അതിനിപ്പോ എന്ത് ചെയ്യും? അതൊന്നും തൊട്ട് നാശാക്കണ്ട. കഷ്ടപ്പെട്ട് കുത്തി നിർത്തിയതാ. ഇല്ല അച്ഛാ. വാസു, നീ മനയ്ക്ക് ചെന്ന് തിരുമേനിയോട് ആനയെ തളയ്ക്കുന്ന ചങ്ങല ഒന്ന് വായ്പ തരാൻ പറയണം. ഒരു 5-6 ഊരിലൊന്ന് ആനപ്പിണ്ടോ ആയിക്കോട്ടെ. അത് നല്ലതാ നല്ലതാ. ചങ്ങല ഉണ്ടെന്ന് മുറ്റത്തുള്ള മരത്തടി കെട്ടണം. പിന്നെ ഈ പിണ്ടം കൊണ്ടിട്ടിട്ട് ഒരു ആനച്ചൂരുണ്ടാക്കണത് നല്ലതാ. അതേ വളരെ നല്ലതാ. അപ്പൊ പിന്നെ നീ ആ പണിക്കാണ്ട് പൊക്കോട്ടെ. പിണ്ടോ ചങ്ങല്, പിണ്ടോ ചങ്ങല്, പിണ്ടോ ചങ്ങല്, പിണ്ടോ ചങ്ങല്. കുഞ്ഞാപ്പൊടി വീട്ടി പറ. മേനോന്റെ ആനയ്ക്ക് നല്ല സുഖം പോരാൻ തോന്നുന്നു. ആ പിണ്ടിയുടെ നാറ്റം എനിക്കങ്ങോട്ട് സഹിക്കണില്ല. ആന നല്ല ഉഷാറല്ലേ? അതെ, കഴിഞ്ഞ ചിങ്ങത്തില് അവൻ ഇത്തിരി മതപ്പാടുണ്ടായി. പിന്നെ ഇന്ന് വരെ മതം പൊട്ടിയിട്ടില്ല. അവനെ അനുസരിപ്പിക്കാൻ ദേ ഈ ചെറുവിരൽ മതി. ആന എവിടെ? കണ്ടില്ലല്ലോ. ആന പിന്നെ കുഞ്ഞപ്പൂ. ആന അതായത് മേയാൻ വിട്ടിരിക്കുക. മേയാനോ? അതെ, ഉച്ചയ്ക്ക് വെള്ളം കുടിക്കാനേ ഇങ്ങ് വരും. കൊടുക്കുമോളെ. അങ്ങോട്ട് കൊടുക്കൂ, എടുക്കൂ. അവിടെ കൊടുക്കൂ. പേര് അമ്മണിക്കുട്ടി എന്ന് തന്നെയല്ലേ? അതെ. രാമചന്ദ്രൻ എന്ന അവന്റെ പേര്. ഞങ്ങൾക്ക് കണ്ട് തൃപ്തിയായാൽ അവൻ വന്ന് കാണാമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ അവനായിട്ട് അമ്മണിക്കുട്ടി ഒരു ചായ കൂടെ ഇടേണ്ടി വരും. ചായ ഇടാൻ ഇവിടെ സമർത്ഥ്യ. രാമേന്ദ്രന് 1-2 ചായ ഇടാൻ ഇവിടെ കിലോ കണക്കിന് പഞ്ചസാരയുണ്ട്, ചായയിലുണ്ട്. രാമേന്ദ്രൻ എന്നാ വരിക? അടുത്ത ബുധനാഴ്ച വന്നോട്ടെ. എന്താ? ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഏത് ദേവേന്ദ്രൻ വേണമെങ്കിലും വന്നോട്ടെ, ഒരു ചുക്കും സംഭവിക്കില്ല മോളെ. നേരാമണ്ണം ചായ ഉണ്ടാക്കി നീ ആ കാർന്നോമാർക്ക് കൊടുത്തോ. അമ്മാവനോട് വാശി കാണിച്ച് വെറുതെ നാറ്റിക്കണ്ട. കല്യാണം കുഞ്ഞാപ്പൂ എന്നെ കലക്കിക്കോളും. മഹാലക്ഷ്മി ഡസൻ കണക്കിന് ഈ കുടുംബത്ത് വന്ന് കയറിയെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു ബന്ധം അത്. സ്ത്രീധനല്ല എനിക്ക് പേടി. ഇത് നടന്നു കിട്ടിയ കുഞ്ഞാപ്പ് എന്ത് കമ്മീഷൻ ചോദിക്കുന്ന. അമ്മിണി വെള്ളം ഉണ്ടാക്കുന്ന ഞാൻ വിചാരിച്ചേ. ഒന്നും ഉണ്ടായില്ല. പാവം കുട്ടി. നീ പോടി. അവൾ എന്റെ മോളാ. പിടിക്കുമ്പോ പുളിങ്കൊമ്പ് തന്നെ പിടിക്കണമെന്ന് അവൾ ആരും പഠിപ്പിക്കണ്ട. നങ്ങേലിക്ക് മനസ്സിലായ? ഉവ്വ്. അതൊന്നും മുഖത്ത് നോക്കി പറഞ്ഞേ. ഉവ്വ്. കുഞ്ഞാപ്പൂ കലക്കുമോ മോളെ? കലക്കും. ഇല്ലെങ്കിൽ നമ്മള് കലങ്ങും. പറഞ്ഞില്ലെന്ന് വേണ്ട. ശങ്കരൻകുട്ടി മേനോന്റെ ആനയുടെ പേരെന്താന്നാ പറഞ്ഞേ? വേലായുധം കുട്ടി. അപ്പൊ കൊമ്പനാ? പിന്നെ കൊമ്പില്ലാതെ വേലായുധം കുട്ടി പേരിടോ? എന്താ അമ്മാവ? അപ്പൊ എഴുന്നള്ളത്തിനൊന്നും കൊണ്ടുപോകാറില്ല? അവൻ സ്വയം എഴുന്നള്ളിക്കൊള്ളും. വേലായുധം കുട്ടിക്ക് അത്ര ബുദ്ധിയാ. അവനെ അവിടുന്ന് മാറ്റി വെറും ചങ്ങല മാത്രം മുറ്റത്തിട്ടതിന്റെ പിന്നില് ഒരു കള്ളക്കളി ഉണ്ട്. എന്താ അത്? ഞാൻ എങ്ങനെയാ നിങ്ങളോടത് പറയാ?
പറ കുഞ്ഞാപ്പൂ. വല്ലാതെ നിർബന്ധിച്ചാ പറയാന്നല്ലാതെ. അമ്മിണിക്കുട്ടിക്ക് ഒരു മുറച്ചെറുക്കനുണ്ട്, മറ്റൊരു വേലായുധം കുട്ടി. അതുവാനിയാ? ഏയ് അതേതാണ്ട് നമ്മളെ പോലെ മനുഷ്യനാ. അവനും അമ്മിണിക്കുട്ടിയും തമ്മിൽ ജനിച്ച അന്നു മുതൽ പ്രണയത്തിലാ. ശിവ ശിവ. പടി കയറി വരുന്നത് കല്യാണക്കാരാണോ പിരിവുകാരാണോ നോക്കാൻ ആനയെ മറ്റേ വേലായുധം കുട്ടി പഠിപ്പിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആനയെ അവിടുന്ന് മാറ്റിയില്ലായിരുന്നെങ്കിൽ അവൻ നമ്മളെ തിരിച്ചറിഞ്ഞേന്, മതം പൊട്ടും ചെയ്തേന്. എന്റെ അയ്യപ്പ, ഒരാണിനെ മനസ്സിലിട്ട് നടക്കുന്ന പെണ്ണിനെ ഒരാന കാവലിരിക്കേ. വളരെ ശക്തമായ പ്രണയമല്ലേ ഇത്? അതെ, ഞാനിത് ഇപ്പോഴാ അറിയണത്. ഇതിപ്പോഴെങ്കിലും പറഞ്ഞതിന് വളരെ നന്ദിയുണ്ട് കുഞ്ഞാപ്പൂ. ഞങ്ങൾ ഊരാണ്. ഊരുന്നതിന് ഞാൻ കമ്മീഷൻ മേടിക്കാറില്ല. എന്നാലും ഇരിക്കട്ടെ, ഒരാള് രക്ഷപ്പെട്ടല്ലോ. അതെ, ഈ പിണ്ടൊന്നും ആരും മനക്കി കൊണ്ടുപോണ്ട. അതൊക്കെ അത് അവിടെ ഇട്ടാ മതി. അത്രേ ഉള്ളൂ. ആകെ നാറ്റിച്ചല്ലോ അല്ലേ വാസു. അയ്യയ്യയ്യേ, ആനേനെ ചങ്ങലില്ലാതെ ആരെങ്കിലും മേയാൻ വിടൂ. ഇതൊരു സ്പെയർ ചങ്ങൽ എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അവരെന്താ ആനില്ലാത്ത നാട്ടിൽ നിന്ന് വരുന്നവരാ? ഈ മീശ അങ്ങോട്ട് ചേർത്തൊന്നുകൊണ്ട് കൊടുത്താണ്ടല്ലോ. അബദ്ധായോ കുഞ്ഞാപ്പൂ? പേടിക്കണ്ട. വിശദീകരിച്ച് ചോദിച്ചപ്പോ ഞാൻ ഒരുവിധം പിടിച്ചു നിന്നു. പക്ഷേ അതിലും വലിയൊരു അബദ്ധം വേറെ നടന്നു. അതെന്താ? പാലം കടന്ന് ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ വേലായുധം കുട്ടർ അനിയത്തി വിലാസം ഉണ്ടല്ലോ, ആ കുട്ടിന്റെ എതിരെ വരുന്നു. അവർക്ക് പോവാൻ വേണ്ടി വഴി ഒന്ന് ഒതുങ്ങി കൊടുത്തു. ആ ഒതുക്കവും ആ അച്ചടക്കവും ആ ശാലീനതയും ആ കുലീനതയും ആ തറവാടത്തും ഒന്നും പറയണ്ടല്ലോ മേന്നെ. ആ കുട്ടി അവർക്ക് വല്ലാതെ അങ്ങോട്ട് ബോധിച്ചു. എന്റെ ഭഗവാനെ. ആ കുട്ടിയെ പറ്റി അന്വേഷിക്കാൻ എന്നോട് പറഞ്ഞിരിക്കുക. മാത്രല്ല അതിനു വേണ്ടി 500 രൂപയും തന്നു. അത് ചതിപ്പണിയാ. ഇവിടെ വന്ന MRCP അവിടെ പോയിന്നറിഞ്ഞ ഈ ശങ്കരൻകുട്ടി മേനോൻ പിന്നെ ഒരു കഷ്ണം കയറ് ചെലവാക്കുന്നതാ ബുദ്ധി. സംശയമില്ല, അതന്നെ ബുദ്ധി. പക്ഷേ പ്ലാസ്റ്റിക് വേണ്ട, വഴുക്കും. തെളിച്ചു പറ, അത് കലക്കാൻ തനിക്ക് എത്ര പണം വേണം? ശരിക്കും പറഞ്ഞാൽ അത് ഞാനും അമ്മടിയും കൂടി അറിഞ്ഞുള്ള ഒരു കറക്കമ്പനി അല്ലേ കുഞ്ഞാപ്പൂ? കറങ്ങാണ്ട് ജീവിക്കാൻ പറ്റും എന്റെ വേലായുകുട്ടി. ഈ ഭൂമി തന്നെ ഒരു കറക്കമ്പനി അല്ലേ നബിടി. ശരിക്കും പറഞ്ഞ അമ്മണിക്കുട്ടിയുടെ അമ്മയ്ക്കും ഇതൊരു ഷെയർ വേണ്ടതാ. അവർ അത്ര വലിയ പിന്തുണയാണ് ഈ കാര്യത്തിൽ പ്രഖ്യാപിച്ചത്. എന്നോട് കളിക്കണ എന്താ ഈ നാണക്കേട് കാണിക്കുന്നത്? എന്റെ മോൾക്കൊരു കല്യാണം വന്നാൽ കലകരിമിനാര്? എന്താ ആലോചന? 3-4 തറവാട്ടുകാർ വന്ന് നേരാ. അവരെ കാണിക്കാൻ നിങ്ങൾ എന്തിനാ വെറുതെ ആരാന്റെ പിണ്ടവും ചങ്ങലെടുത്ത് മുറ്റത്തിട്ട്? അത് ശരി. അപ്പൊ ഈ മീശയിലാവാസം എടുത്തോണ്ടോടി ആനച്ചങ്ങല അതായിരുന്നു അല്ലേ? സംഗതി നേരാ, ഞാൻ അവരെ കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് അമ്മിണിക്കുട്ടി വേലായുധം കുട്ടിക്ക് ബൊക്കിടാണെന്ന് അവരറിഞ്ഞത്. അവര് കാര്യം മാറി. ആ പേരും പറഞ്ഞ് നീ എന്റെ കൈക്കൂലി വാങ്ങിച്ചില്ല ചെറ്റേ. അതിലും വലിയ ചെറ്റത്തരല്ലോ താൻ കാണിച്ചത്. എന്താടാ? വേലായുധം കുട്ടിയുടെ പെങ്ങളുടെ കല്യാണം മുടക്കാൻ താൻ കൈക്കൂലി എന്നല്ലോ. എന്റെ ഇതിനൊരു കുടുംബ വഴക്കാക്കി നാറ്റിക്കരുത്. ഇതൊരു ദിവ്യമായ പ്രണയമാണ്. വേലാൻകുട്ടി അമ്മയും മുഹബത്തിലാണെങ്കിൽ അവര് കെട്ടും. അതിനൊരു കൈക്കൂലിയുടെ പ്രശ്നമില്ല. ഇനി ഒരുത്തരും ഇത്തരം കാര്യത്തിന് വേണ്ടി ഇവിടെ കൈക്കൂലി കൊടുക്കാൻ പാടില്ല. അതെ, അധികം ആരും ഇവിടെ വിലസണ്ട. കളരിക്കൽ തറവാട്ടിലെ ശങ്കരൻകുട്ടി മേനാണ് ഈ പറയുന്നത്. ആരായാലും വേണ്ടില്ല, എന്റെ ജീവിതത്തിൽ കള്ളത്തരം കാണിച്ചാൽ തിരിച്ച് ഞാൻ അങ്ങോട്ടും കാണിക്കും. നുള്ളിയെടുക്കാൻ ഒരു മൂക്കുരുവായിട്ടല്ല എന്റെ മോളെ വളർത്തിയത്. എന്റെ അറിവില്ലാതെ ഒരുത്തിനെങ്കിലും എന്റെ മോളെ ആഗ്രഹിച്ചു എന്നറിഞ്ഞാൽ ഏറി വന്നാൽ അവരുടെ കഴുത്തിലൊരു കയറ്. അത്രയല്ലേ ഉള്ളൂ. മേനോനത് പുല്ല.